ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് 6ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രം വിഷയത്തിൽ വരുന്ന രണ്ടാമത്തെ പാഠമാണ്. കാന്തിക ലോകത്തെ അത്ഭുതം എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആദ്യ പേജിൽ തന്നെ കുറച്ച് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. നിങ്ങൾക്ക് പരിചിതമായ ചില വസ്തുക്കളല്ലേ ഇവ? ഏതൊക്കെയാണ് ഇവയെന്ന് എഴുതൂ. ആദ്യത്തേത് ഒരു ബോക്സ് ആണല്ലേ, രണ്ടാമത്തേത് ഒരു പേഴ്സാണ്, അവസാനത്തേത് ഒരു ഫോണിൻ്റെ ഒരു കവറാണ്. സോ അവിടെ എഴുതി കൊടുക്കുക: പെൻസിൽ ബോക്സ്, പേഴ്സ്, മൊബൈൽ ഫോൺ, കവർ. ഇത്തരം സാധനങ്ങൾ അടയ്ക്കുമ്പോൾ അവയുടെ അടപ്പ് പെട്ടെന്ന് ഒട്ടിച്ചേരുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? നമ്മൾ ഫോണിൻ്റെ കവറാണെങ്കിലും പേഴ്സൊക്കെ ആണെങ്കിലും നമ്മൾ അടയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് ഒട്ടിച്ചേരുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയാമോ? കാരണം പേഴ്സിൻ്റെയും പെൻസിൽ ബോക്സിൻ്റെയൊക്കെ ഒരറ്റത്ത് ഒരു കാന്തമുണ്ട്, കാന്തത്തിൻ്റെ ചെറിയൊരു ഭാഗമുണ്ട്, മറ്റേ അറ്റത്ത് ഇരുമ്പും. ഈ കാന്തവും ഇരുമ്പും തമ്മിൽ ആകർഷിക്കും, ഒട്ടിച്ചേരും. അതുകൊണ്ടാണ് ഇവ തമ്മിൽ അടുത്ത് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടിപ്പോകുന്നത്. ഓക്കെ, സോ അവിടെ എഴുതാം: പെൻസിൽ ബോക്സ്, പേഴ്സ്, മൊബൈൽ ഫോൺ, കവർ മുതലായവയിൽ കാന്തങ്ങൾ പൂട്ടുകളായി ഉപയോഗിക്കുന്നു. ഇവിടെ ഒരു വശത്ത് ഒരു ചെറിയ കാന്തവും മറുവശത്ത് ഒരു ചെറിയ ഇരുമ്പ് കഷ്ണവുമാണ് ഉപയോഗിക്കുന്നത്. ഇത്തരം സാധനങ്ങൾ അടയ്ക്കുമ്പോൾ അവ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്നു. ഒരു മുട്ടുസൂചി ഇവയുടെ അടയ്ക്കുന്ന ഭാഗങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? അത് ഒട്ടിപ്പിടിക്കുംലേ, മുട്ടുസൂചി അവിടേക്ക് ഒട്ടിപ്പിടിക്കും. എന്തുകൊണ്ടാണ് ഇവ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്നതെന്ന് ഊഹിച്ചു പറയാമോ? ചർച്ച ചെയ്യൂ. നമ്മുടെ കാന്തത്തിന് ആകർഷിക്കാനുള്ള കഴിവുകളുണ്ട്. എല്ലാ വസ്തുക്കളും എന്നാൽ കാന്തത്തിൽ പോയി ഒട്ടിപ്പിടിക്കുമോ? ഇല്ല, ചില വസ്തുക്കൾ മാത്രമാണ് കാന്തവുമായിട്ട് ഒട്ടിപ്പിടിക്കുകയുള്ളൂ. ഇതിനാണ് നമ്മൾ കാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നത്. അതായത് ഇരുമ്പ്, മുട്ടുസൂചി പോലെയുള്ള വസ്തുക്കൾ മാത്രമാണ് നമ്മുടെ കാന്തത്തിൻ്റെ അടുത്ത് വെച്ചാൽ ഒട്ടിച്ചേരുള്ളൂ. ഇങ്ങനെ കാന്തവുമായി ഒട്ടിച്ചേരുന്ന വസ്തുക്കളെയാണ് കാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നത്. സോ കാന്തത്തിന് ചില വസ്തുക്കളെ ആകർഷിക്കാൻ കഴിവുണ്ട്. അതുകൊണ്ടാണ് ഈ മുട്ടുസൂചിയും ഇരുമ്പുമൊക്കെ കാന്തത്തിലേക്ക് പോയി ഒട്ടിച്ചേരുന്നത്. ഓക്കെ, നിങ്ങളുടെ വീട്ടിലും കാന്തമുണ്ടാകുമല്ലോ. നിങ്ങളുടെ ശാസ്ത്ര കിറ്റിൽ കാന്തങ്ങളുണ്ടോ? അവ എവിടെ നിന്നെല്ലാം ശേഖരിച്ചവയാണ്? നിങ്ങളുടെ കയ്യിൽ കാന്തമുണ്ടോ? കാന്തങ്ങൾ കൊണ്ട് പല ആൾക്കാരും കളിച്ചിട്ടുണ്ടാവും അല്ലേ? കേടായ ലൗഡ് സ്പീക്കറിൽ നിന്നാണ് ഞാൻ കാന്തം ശേഖരിച്ചത്, അവിടെ ഒരാൾ പറയുന്നുണ്ട്. സോ ഇതേപോലെയുള്ള കേടായ ലൗഡ് സ്പീക്കറിലും കേടായ ഹാർഡ് ഡിസ്ക്, ഇലക്ട്രിക് ബെല്ല് ഇവയിലൊക്കെ കാന്തങ്ങൾ ഉണ്ടാവും. ശാസ്ത്ര കിറ്റിലുള്ള ഒരു കാന്തം എടുക്കൂ. സോ നിങ്ങളോട് ഒരു കാന്തം എടുക്കാനാണ്. ഒരു സ്റ്റീൽ ജെം ക്ലിപ്പ് അതിനോട് ചേർത്ത് വെക്കൂ. ഒരു കാന്തം എടുത്തിട്ട് അതിനോട് ജെം ക്ലിപ്പ് ചേർത്ത് വെക്കുക. കൈവിട്ടാൽ ക്ലിപ്പ് വീഴുന്നുണ്ടോ? ഇല്ല, വീയില്ല. കാരണം എന്താണ്? ഈ ജെം ക്ലിപ്പ് കാന്തത്തിലേക്ക് ഒട്ടിപ്പിടിക്കും. ആ ക്ലിപ്പിൽ മറ്റൊരു ക്ലിപ്പ് ചേർത്ത് വെക്കൂ. നിങ്ങൾ ഇവിടെ ഓൾറെഡി ചേർത്ത് വെച്ചിട്ടുള്ള ആ ക്ലിപ്പിൻ്റെ താഴെയായിട്ട് മറ്റൊരു ക്ലിപ്പ് കൂടി ചേർത്ത് പിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് ക്ലിപ്പുകൾ ചേർത്ത് വെച്ചൊരു ചിത്രം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ എത്ര ക്ലിപ്പുകൾ തൂക്കി നിർത്താൻ കഴിയും എന്ന് നോക്കാം. നമുക്കൊരു മത്സരമായാലോ? അതിനായി ശാസ്ത്ര കിറ്റിൽ നിന്ന് താഴെ പറയുന്ന സാമഗ്രികൾ എടുത്തു വെക്കൂ: കാന്തം, ജെം ക്ലിപ്പുകൾ, മൊട്ടുസൂചി, ആണി. ഇവയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ആദ്യം ജെം ക്ലിപ്പുകളും കാന്തവും എടുത്തോളൂ. പിന്നെ ഒന്നിന് താഴെ മറ്റൊന്ന് എന്ന രീതിയിൽ മുകളിലത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ ക്രമീകരിച്ചു നോക്കൂ. അങ്ങനെ മാല പോലെയാക്കൂ. ഏറ്റവും നീളം കൂടിയ മാല ആരുണ്ടാക്കിയതാണ്? നമുക്ക് എത്ര ജെം ക്ലിപ്പുകൾ വെക്കാൻ കഴിയും എന്നുള്ളത് നമ്മൾ എടുക്കുന്ന കാന്തത്തിൻ്റെ ശക്തിക്കനുസരിച്ചാണ്. ചില കാന്തങ്ങളിൽ നമുക്കൊരു 5-10 ജെം ക്ലിപ്പുകൾ വെക്കാൻ കഴിയുന്നതാണ്. അതിലും ശക്തമായിട്ടുള്ള കാന്തങ്ങളാണെങ്കിൽ നമുക്കൊരു 15-20 ജെം ക്ലിപ്പുകളൊക്കെ വെക്കാവുന്നതാണ്. സോ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരു മാലയിൽ പലതരത്തിലുള്ള മുത്തുകൾ ഉണ്ടാവില്ലേ? നമ്മൾ ഒരു മാല എടുക്കുകയാണെങ്കിൽ അതിൽ വ്യത്യസ്ത ആകൃതിയിലും വലുപ്പത്തിലുമുള്ള മുത്തുകൾ ഉണ്ടാവും അല്ലേ? അതുപോലെ പല നിറത്തിലുള്ള ജെം ക്ലിപ്പും പിന്നും ആണിയുമൊക്കെ ഉപയോഗിച്ചല്ലോ. ആരാണ് ഏറ്റവും ഭംഗിയുള്ള മാല ഉണ്ടാക്കിയതെന്ന് പരിശോധിക്കൂ. സോ ഇത് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. അടുത്തത് കാന്തം കൊണ്ടൊരു മാജിക്. ക്ലാസ്സിൽ ഒരു മാജിക് അവതരിപ്പിച്ചാലോ? ആവശ്യമുള്ള സാമഗ്രികൾ: പൂമ്പാറ്റയുടെ ചിത്രം, സേഫ്റ്റി പിൻ, കാന്തം, ചാർട്ട് പേപ്പർ.
പൂമ്പാറ്റയുടെ ചിത്രം വെട്ടിയെടുത്ത ശേഷം അതിന് അടിവശത്തായി ഒരു സേഫ്റ്റി പിൻ പുറമേ കാണാത്ത വിധം കുത്തിവെക്കുക. ആദ്യം ഒരു പൂമ്പാറ്റയുടെ ചിത്രം വെട്ടിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ പിന്നിലായിട്ട് ബാക്ക് സൈഡിൽ ഒരു സേഫ്റ്റി പിൻ കുത്തിവെക്കുക. എന്നിട്ട് ഇത് ഒരു ചാർട്ട് പേപ്പറിലേക്ക് വെക്കുക. ഓക്കെ, ചാർട്ട് പേപ്പറിൻ്റെ പുറത്ത് വെക്കുക. ചാർട്ട് പേപ്പറിൻ്റെ അടിയിൽ കാന്തം വെച്ച് ചലിപ്പിച്ച് നോക്കൂ. നമ്മൾ ചാർട്ട് പേപ്പറിൻ്റെ പിന്നിലായിട്ടാണ് കാന്തം വെക്കേണ്ടത്. സോ നമ്മൾ ഈ ഒരു കാന്തം അനക്കുന്നതിനനുസരിച്ച് എന്താണ് സംഭവിക്കുക? നമ്മുടെ ഈ ഒരു ചിത്രചലനവും ചലിക്കും. കാന്തം ചലിക്കുന്നതിനനുസരിച്ച് പൂമ്പാറ്റ ചലിക്കുന്നില്ലേ? യെസ്, അതെ. കാന്തം മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? ചിത്രചലനം ചലിക്കില്ല. പൂമ്പാറ്റയുടെ ചിത്രത്തിന് പകരം മറ്റെന്തൊക്കെ ചിത്രങ്ങളാകാം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രം എടുക്കാം അല്ലേ? പക്ഷിയുടെയും വീടിൻ്റെയും അങ്ങനെ ഇഷ്ടമുള്ള ഏതൊരു ചിത്രവും നമുക്ക് എടുത്ത് ഈ ഒരു മാജിക് ചെയ്യാവുന്നതാണ്. ചാർട്ട് പേപ്പർ കുത്തനെ പിടിച്ച് ഈ മാജിക് നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് കാണിച്ച് കൊടുക്കൂ. അങ്ങനെ നിങ്ങൾക്കും ഒരു മജീഷ്യൻ ആകാം. സോ ഇത് നിങ്ങളുടെ വീട്ടിലും ഈ ഒരു പ്രവർത്തനം ചെയ്യാനാണ് പറഞ്ഞത്. അടുത്തത് കാന്തം കൊണ്ടൊരു ചിത്രം. കാന്തം ഉപയോഗിച്ച് ചിത്രം വരച്ചാലോ? ഈ ചിത്രം വരയ്ക്കാൻ എന്തെല്ലാം വേണമെന്ന് നോക്കാം. ഒരു പേപ്പർ പ്ലേറ്റ്, അക്രിലിക് പെയിന്റ് അല്ലെങ്കിൽ ഒരു ഫാബ്രിക് പെയിന്റ് എടുക്കുക, അല്ലെങ്കിൽ പോസ്റ്റർ കളർ 2 or 3 എടുക്കുക. ചെറിയ ലോഹ ബോളുകൾ, സൈക്കിളിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ജെം ക്ലിപ്പുകൾ എടുക്കുക. പിന്നെ കാന്തം. വരച്ചു തുടങ്ങിയാലോ? പ്ലേറ്റിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് വിവിധ നിറത്തിലുള്ള പെയിന്റുകൾ ക്രമീകരിക്കുക. 4 or 5 ചെറിയ ലോഹ ബോളുകൾ പ്ലേറ്റിൽ വെച്ച ശേഷം പ്ലേറ്റിൻ്റെ അടിയിൽ വെച്ച കാന്തം ചലിപ്പിക്കുക. ഇപ്പോൾ എന്ത് നിരീക്ഷിക്കുന്നു? ചില പാറ്റേണുകൾ പെയിന്റിലൂടെ നീങ്ങുന്ന ബോളുകൾ ഉണ്ടാക്കുമല്ലേ? കാരണം എന്താണ്? നമ്മൾ പ്ലേറ്റിൽ പെയിന്റ് വെച്ചിട്ടുണ്ട്, എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബോളുകൾ വെച്ചിട്ടുണ്ട്. നമ്മൾ ബേക്കിൽ പ്ലേറ്റിൻ്റെ അടിയിലായിട്ട് നമ്മൾ കാന്തം ഇങ്ങനെ നീക്കുമ്പോൾ, ചലിപ്പിക്കുമ്പോൾ നമ്മുടെ ബോളുകളും ചലിക്കും. ബോളുകൾ ഈ പെയിന്റിലൂടെ ഉരുളുകയാണല്ലേ ചെയ്യുക. അപ്പോൾ എന്താണ്? അവിടെ പല രീതിയിലുള്ള ചിത്രങ്ങൾ, പാറ്റേണുകൾ രൂപപ്പെടും. ചിത്രത്തിന് ബോർഡറുകൾ വരച്ച് ഭംഗിയാക്കൂ. ചിത്രങ്ങൾ കൈമാറി പരസ്പരം വിലയിരുത്തൂ. എല്ലാ വസ്തുക്കളെയും കാന്തം ആകർഷിക്കുമോ? ഇല്ല അല്ലേ? നമുക്ക് പരീക്ഷിച്ച് നോക്കാം. കാന്തം ആകർഷിക്കുന്നവയും ആകർഷിക്കാത്തവയും. ഏതെല്ലാം വസ്തുക്കളെ കാന്തം ആകർഷിക്കും? ശാസ്ത്രകിറ്റിൽ നിന്ന് ലഭ്യമായ സാധനങ്ങൾ എടുത്ത് പ്രവർത്തനം ചെയ്യൂ. നിങ്ങളുടെ കണ്ടെത്തൽ പട്ടികപ്പെടുത്തൂ. താഴെ നിങ്ങൾക്കൊരു ബോക്സിലാക്കിയിട്ട് കുറച്ച് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ പട്ടികപ്പെടുത്തി എഴുതാനാണ്. 2 കോളങ്ങളായിട്ടാണ് നിങ്ങൾ വേർതിരിക്കേണ്ടത്. കാന്തം ആകർഷിക്കുന്നവയും കാന്തം ആകർഷിക്കാത്തവയും. നമുക്ക് പട്ടികപ്പെടുത്താം. കാന്തം ആകർഷിക്കുന്നവയിൽ പെടുന്നതാണ് സ്ക്രൂ ഡ്രൈവർ, ജെം ക്ലിപ്പ്, ആണി, നെട്ട്, വാഷർ, സ്ക്രൂ. കാന്തം ആകർഷിക്കാത്തവയാണ് റബ്ബർ ബാൻഡ്, പ്ലാസ്റ്റിക് കട്ട, മരച്ചട്ടം, ഗ്ലാസ് ഗോളി, പ്ലാസ്റ്റിക് സ്കെയില്, സ്പോഞ്ച് അല്ലെങ്കിൽ ഇറേസർ. ഏതൊക്കെ വസ്തുക്കളെയാണ് കാന്തം ആകർഷിച്ചത്? അത് നമ്മൾ കണ്ടെത്തി അല്ലേ? സ്ക്രൂ, ആണി, ഇരുമ്പ് വസ്തുക്കൾ, സ്റ്റീൽ വസ്തുക്കൾ അതുപോലെയുള്ളവയാണ്. ഏതൊക്കെ വസ്തുക്കളെയാണ് കാന്തം ആകർഷിക്കാത്തത്? പ്ലാസ്റ്റിക്, ഗ്ലാസ്, റബ്ബർ ഇവയൊന്നും കാന്തം ആകർഷിക്കില്ല. കാന്തിക വസ്തുക്കളും അകാന്തിക വസ്തുക്കളും. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ് കാന്തിക വസ്തുക്കൾ. അതായത് ഇരുമ്പ്, നിക്കല് തുടങ്ങിയവ കാന്തിക വസ്തുക്കളാണ്. കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളാണ് അകാന്തിക വസ്തുക്കൾ. പേപ്പർ, പ്ലാസ്റ്റിക്, സ്വർണം, മരം തുടങ്ങിയവ അകാന്തിക വസ്തുക്കളാണ്. കൂടുതൽ വസ്തുക്കൾ പരിശോധിച്ച് അവയെ കാന്തിക വസ്തുക്കൾ, അകാന്തിക വസ്തുക്കൾ എന്നിങ്ങനെ തരംതിരിച്ച് പട്ടികപ്പെടുത്തൂ. നിങ്ങൾക്ക് ഒരു പട്ടിക നൽകിയിട്ടുണ്ട്. കാന്തിക വസ്തുക്കൾ, അകാന്തിക വസ്തുക്കൾ. 2 പോയിന്റ് അവിടെ നൽകിയിട്ടുണ്ട്. കാന്തിക വസ്തുക്കളിൽ പെട്ടതാണ് ആണി. അകാന്തിക വസ്തുക്കളാണ് തുണി. വേറെ കാന്തിക വസ്തുവായിട്ട് ഇരുമ്പ് എഴുതാം, സേഫ്റ്റി പിന്ന്, ജെം ക്ലിപ്പ് ഒക്കെ എഴുതാവുന്നതാണ്. അകാന്തിക വസ്തുക്കളായിട്ട് തുണി, പ്ലാസ്റ്റിക്, ഗ്ലാസ്, മരം ഇവയൊക്കെ എഴുതി ചേർക്കാം. ഞാനിവിടെ പട്ടികപ്പെടുത്തി നൽകിയിട്ടുണ്ട്. ആണി, ഇരുമ്പ് പൊടി, വിജാഗിരി, സ്ക്രൂ ഡ്രൈവർ, സേഫ്റ്റി പിൻ, കോമ്പസ്, സ്റ്റാപ്ലർ പിന്നുകൾ, മൊട്ടുസൂചി, ജെം ക്ലിപ്പുകൾ, ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കത്തികൾ, നിക്കൽ നാണയങ്ങൾ. അടുത്തത് അകാന്തിക വസ്തുക്കൾ: തുണി, പേപ്പർ, മരം, പ്ലാസ്റ്റിക്, റബ്ബർ, ഗ്ലാസ്, അലൂമിനിയം, സ്റ്റെയിൻലെസ് സ്റ്റീൽ, വെള്ളി, സ്വർണം. കാന്തിക ശക്തി ധ്രുവങ്ങളിൽ കുറച്ച് മുട്ടുസൂചികളുടെ അടുത്തേക്ക് ഒരു കാന്തത്തിന്റെ അഗ്രഭാഗവും പിന്നീട് അതിന്റെ മധ്യഭാഗവും
കാണിച്ചു നോക്കൂ. കാന്തത്തിന്റെ ഏതു ഭാഗത്താണ് കൂടുതൽ മുട്ടുസൂചി ആകർഷിക്കപ്പെടുന്നത്? കാന്തത്തിന്റെ അഗ്രഭാഗത്ത്, അതായത് രണ്ട് സൈഡിലുമാണ് ഏറ്റവും കൂടുതൽ മുട്ടുസൂചികൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവുക. ഇത് കണ്ടെത്താൻ ഒരു പ്രവർത്തനം കൂടി ചെയ്താലോ? എന്തെല്ലാം സാധനങ്ങൾ വേണം? ഒരു പേപ്പറിൽ പൊതിഞ്ഞ ബാർ കാന്തം, ഇരുമ്പ് പൊടി, ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ബാർകാന്തം ഇരുമ്പ് പൊടിയുടെ വളരെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇരുമ്പ് പൊടി കാന്തത്തിൽ പറ്റിപ്പിടിക്കില്ലേ? പറ്റിപ്പിടിക്കും അല്ലേ? കാരണം എന്താണ്? കാന്തവുമായി പറ്റിപ്പിടിക്കുന്ന വസ്തുവാണ് ഇരുമ്പ് പൊടി. ബാർകാന്തത്തിൽ പറ്റിപ്പിടിച്ച ഇരുമ്പ് പൊടി എളുപ്പത്തിൽ നീക്കുന്നതിനാണ് ബാർകാന്തം പേപ്പറിൽ പൊതിഞ്ഞത്. ഇരുമ്പ് പൊടി കാന്തത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെയാണോ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്? അല്ല, അതിന്റെ അഗ്രഭാഗത്താണ് കൂടുതലായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഭാഗത്ത് കൂടുതലുണ്ടോ? അതെ, അഗ്രഭാഗത്ത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം ഇതിന്റെ അഗ്രഭാഗത്താണ് ഏറ്റവും കൂടുതൽ ആകർഷിക്കാനുള്ള ശക്തിയുള്ളത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. കാന്തത്തിന്റെ ഇരുവശങ്ങളിലായിട്ടും ഇരുമ്പ് പൊടി ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണാം. താഴെ കാന്തിക ധ്രുവങ്ങൾ. സാധാരണയായി കാന്തത്തിന്റെ ആകർഷണ ബലം കൂടുതൽ അതിന്റെ അഗ്രങ്ങളിലാണ്. ആകർഷണ ശക്തി കൂടിയ ഈ അഗ്രഭാഗങ്ങളാണ് കാന്തിക ധ്രുവങ്ങൾ. ഏതൊരു കാന്തത്തിനും രണ്ട് ധ്രുവങ്ങളുണ്ട്. സോ ഒരു മാഗ്നറ്റിന്റെ, ഒരു കാന്തത്തിന്റെ അഗ്രഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കാന്തിക ശക്തിയുള്ളത്. ഈ രണ്ട് അഗ്രഭാഗങ്ങൾക്കാണ് കാന്തിക ധ്രുവങ്ങൾ എന്ന് പറയുന്നത്. ഒരു കാന്തത്തിന് രണ്ട് ധ്രുവങ്ങളുണ്ട്. നെക്സ്റ്റ് പേജ്. കാന്തം ബലം പ്രയോഗിക്കുമോ? മേശപ്പുറത്ത് ഒരു കാന്തം വെച്ച് അഗ്രഭാഗത്തിന് അല്പം അകലെ ഒരു മുട്ടുസൂചി വെക്കുക. മുട്ടുസൂചി കാന്തത്തിനടുത്തേക്ക് സാവധാനം നീക്കി നോക്കൂ. കാന്തത്തിന് സമീപത്തെത്തുമ്പോൾ മുട്ടുസൂചിക്ക് എന്താണ് സംഭവിക്കുന്നത്? മുട്ടുസൂചി, അവിടെ നമുക്കൊരു ബലം കാണാം അല്ലേ? കാന്തത്തിന്റെ അടുത്തേക്ക് നമ്മൾ മുട്ടുസൂചി വെക്കുകയാണെങ്കിൽ തൊട്ടടുത്തേക്ക് എത്തുമ്പോൾ, ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഈ ഒരു മുട്ടുസൂചി ആ ഒരു കാന്തത്തിലേക്ക് ഒട്ടിച്ചേരാൻ വേണ്ടിയിട്ട് അവിടെ നമുക്കൊരു ബലം ഫീൽ ചെയ്യും അല്ലേ? കാന്തം ബലം പ്രയോഗിച്ചത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത്? അതെ, കാന്തം ബലം പ്രയോഗിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കാന്തത്തിന്റെ അടുത്ത് കാന്തിക വസ്തുക്കൾ വെക്കുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവിടെ നമുക്കൊരു ബലം നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അടുത്ത താഴെ നിങ്ങൾക്ക് ബോക്സിലായിട്ട് കാന്തിക മണ്ഡലം നൽകിയിട്ടുണ്ട്. കാന്തം പ്രയോഗിക്കുന്ന ബലമാണ് കാന്തിക ബലം. കാന്തത്തിന് ചുറ്റും കാന്തിക ബലം അനുഭവപ്പെടുന്ന പ്രദേശമാണ് കാന്തിക മണ്ഡലം. കാന്തിക മണ്ഡലം അദൃശ്യമാണ്. ഒരു കാന്തത്തിന് ചുറ്റുമായിട്ട് എവിടെയൊക്കെയാണോ കാന്തിക ബലമുള്ളത് ആ ഒരു സ്ഥലത്തിനാണ് നമ്മൾ കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. ഇത് നമുക്ക് കാണാൻ കഴിയുമോ? ഇല്ല, നമുക്കിത് കാണാൻ കഴിയില്ലല്ലേ. ഈ കാന്തിക മണ്ഡലത്തിൽ നമ്മൾ കാന്തിക വസ്തുക്കൾ വെക്കുകയാണെങ്കിൽ അത് കാന്തത്തിലേക്ക് ഒട്ടിപ്പിടിക്കും. കാരണം അവിടെ കാന്തിക ബലം ഉണ്ടാവും. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്തത് കാന്തിക മണ്ഡല രേഖകൾ വരയ്ക്കാം. കാന്തിക മണ്ഡലം എന്താണെന്ന് നിങ്ങൾ പഠിച്ചല്ലോ. കാന്തിക മണ്ഡലത്തിൽ കാന്തിക ബലം അനുഭവപ്പെടുമെന്നും നിങ്ങൾ കണ്ടെത്തിയില്ലേ? ഒരു പരീക്ഷണം ചെയ്താലോ? എന്തെല്ലാം വസ്തുക്കൾ വേണം? ചതുരാകൃതിയിലുള്ള ഗ്ലാസ് ഷീറ്റ്, കാന്തം, ഇരുമ്പ് പൊടി. ചതുരാകൃതിയിലുള്ള ഗ്ലാസ് ഷീറ്റ് ചിത്രത്തിൽ കാണുന്നതുപോലെ പുസ്തകങ്ങൾക്കിടയിൽ ക്രമീകരിക്കൂ. അതിനിടയിൽ ഒരു ബാർ കാന്തം വെച്ച ശേഷം ഗ്ലാസിന് പുറത്ത് ഇരുമ്പ് പൊടി വിതറൂ. ആവശ്യമെങ്കിൽ ഗ്ലാസ് ഷീറ്റിന് പുറത്ത് ചെറുതായി തട്ടിക്കൊടുക്കാം. എന്താണ് നിങ്ങൾ നിരീക്ഷിച്ചത്? ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ചിത്രത്തിൽ കാണുന്നതുപോലെ പുസ്തകങ്ങൾക്കിടയിലായിട്ട് ഒരു ഗ്ലാസ് ഷീറ്റ് വെക്കുക. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് ഒരു കാന്തം വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇരുമ്പ് പൊടികൾ വിതറുക. ഇപ്പോൾ എന്താണ് ചെയ്യുക? ഈ ഒരു കാന്തത്തിൻ്റെ ബലമുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഗ്ലാസ് പേപ്പറിലേക്ക് ഇരുമ്പ് പൊടി ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഒരു ആകൃതിയിലായിരിക്കും അവിടെ ഇരുമ്പ് പൊടികൾ ഉണ്ടാവുക. ഇരുമ്പ് പൊടി പ്രത്യേക രീതിയിൽ ക്രമീകരിക്കപ്പെടുന്നില്ലേ? അതെ, ഈ ക്രമീകരണം കാന്തിക മണ്ഡല രേഖകളെ സൂചിപ്പിക്കുന്നു. അതായത് എവിടെയൊക്കെയാണോ ഈ ഇരുമ്പ് പൊടി പറ്റി പിടിച്ചത് അവിടെയൊക്കെയാണ് കാന്തിക ബലമുള്ളത്. കാന്തിക ബലമുള്ളത് കൊണ്ടാണല്ലോ അവിടേക്ക് ഇരുമ്പ് പൊടി ആകർഷിക്കപ്പെട്ടത്. സോ കാന്തിക ബലമുള്ള ഈ ഒരു സ്ഥലത്തിനാണ് നമ്മൾ കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ നിരീക്ഷിച്ച കാന്തിക മണ്ഡല രേഖകളെ ചിത്രീകരിക്കൂ. നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ഇതാണ് കാന്തിക മണ്ഡല രേഖകൾ. കാന്തത്തിന്റെ അഗ്രഭാഗങ്ങളിൽ കൂടുതൽ കാന്തിക മണ്ഡലം ഉണ്ടാകും. നടുവിലായിട്ട് കുറച്ചാണ് ഉണ്ടാവുക. കാന്തങ്ങളുടെ നിർമ്മാണം. കാന്തിക വസ്തുക്കൾ ഉപയോഗിച്ചാണ് കാന്തം നിർമ്മിച്ചിട്ടുള്ളത്. അൽനിക്കോ എന്ന ലോഹ സങ്കരമാണ് അലൂമിനിയം, നിക്കൽ, കോബാൾട്ട്, ഇരുമ്പ് എന്നിവയുടെ സങ്കരം.
ഇതിനായി ഉപയോഗിക്കുന്നത് മറ്റു പല വസ്തുക്കളും കാന്ത നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. സമീരിയം, കോബാൾട്ട്, റബ്ബർ, നിയോമീഡിയം എന്നിവ കൊണ്ടുണ്ടാക്കിയ വിവിധ തരം കാന്തങ്ങൾ നിലവിലുണ്ട്. ഇവയിൽ നിയോഡീമിയം കാന്തങ്ങൾ കൂടുതൽ ശക്തിയുള്ളവയാണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ കൊടുത്തതാണിത്. അടുത്തത് മണ്ണിലെ കാന്തിക വസ്തുക്കൾ. സ്കൂൾ ഗ്രൗണ്ടിലും പരിസരങ്ങളിലും ഉള്ള മണ്ണിൽ കാന്തിക വസ്തുക്കളുണ്ടോ? ഉണ്ട്. ഇത് കണ്ടെത്തുന്നതിന് ഒരു പ്രവർത്തനം ചെയ്യാം. ഒരു പഴയ മ്യൂസിക് സിസ്റ്റത്തിന്റെ ലൗഡ് സ്പീക്കറിൽ നിന്ന് ഒരു കാന്തം സംഘടിപ്പിക്കൂ. പഴയ സാധനങ്ങൾ ശേഖരിക്കുന്ന കടയിൽ നിന്ന് പഴയ സ്പീക്കർ ലഭ്യമാകും. ഗ്രൂപ്പുകളായി പ്രവർത്തനം ചെയ്യൂ. കാന്തം കട്ടിയുള്ള ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ഒരു കയറിൽ കെട്ടി മണ്ണിലൂടെ കുറച്ചു സമയം വലിച്ചുകൊണ്ട് നടന്ന ശേഷം പരിശോധിക്കൂ. കാന്തത്താൽ ആകർഷിക്കപ്പെട്ട് പേപ്പറിൽ എന്തെങ്കിലും പറ്റി പിടിച്ചിട്ടുണ്ടോ? ഇതിന്റെ കാരണം എന്താണ്? ഇവിടെ നിങ്ങളോട് പറഞ്ഞത് ഒരു കാന്തം സംഘടിപ്പിച്ച് നിങ്ങൾക്ക് പഴയ ലൗഡ് സ്പീക്കറിൽ നിന്നൊക്കെ കാന്തം കിട്ടുന്നതാണ്. സോ ഈ കാന്തം എടുത്ത് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ഒരു കയറിൽ കെട്ടി ഗ്രൗണ്ടിലൂടെ ഇങ്ങനെ വലിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മുടെ മണ്ണിൽ കാന്തിക വസ്തുക്കൾ ഉണ്ടെങ്കിൽ, അതായത് ഇരുമ്പ്, സ്റ്റീല്, ആണി പോലുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് പറ്റി പിടിക്കും അല്ലേ? അത് പറ്റി പിടിക്കാൻ കാരണം എന്താണ്? കാന്തത്തിന് കാന്തിക വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. മണ്ണും ഇരുമ്പും കലർന്ന പദാർത്ഥത്തിൽ നിന്ന് ഇരുമ്പ് വേർതിരിക്കാൻ ഈ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാർഗം നിർദ്ദേശിക്കാമോ? ഇരുമ്പും മണ്ണും കലർന്നിട്ടുണ്ടെങ്കിൽ അത് ഇരുമ്പിനെ വേർതിരിക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു കാന്തം എടുത്ത് ആ ഒരു മണ്ണിലൂടെ വെച്ചാൽ മതില്ലേ? ആ മണ്ണിൽ നിന്നുള്ള ഇരുമ്പ് ഈ ഒരു കാന്തത്തിലേക്ക് പറ്റി പിടിക്കുന്നതാണ്. അങ്ങനെ ഇരുമ്പും മണ്ണും വേർതിരിക്കുന്നതാണ്. അവിടെ എഴുതി കൊടുക്കാം, മണ്ണിലും ഇരുമ്പിലും കലർന്ന മിശ്രത്തിൽ നിന്ന് ഒരു കാന്തം വെച്ചാൽ ഇരുമ്പ് കാന്തത്തിൽ ഒട്ടിപ്പിടിക്കും. അങ്ങനെ ഇരുമ്പും മണ്ണും എളുപ്പത്തിൽ വേർതിരിക്കാം. നെക്സ്റ്റ്, പലതരം കാന്തങ്ങൾ. കാന്തങ്ങൾക്കെല്ലാം ഒരേ ആകൃതിയാണോ? അല്ല. നിങ്ങളുടെ ശാസ്ത്ര കിറ്റിലെയും ലാബിലെയും കാന്തങ്ങൾ പരിശോധിക്കൂ. എല്ലാം ഒരുപോലെയാണോ? എല്ലാം ഒരുപോലെയല്ല. പല ആകൃതിയിലുള്ള കാന്തങ്ങൾ ലഭ്യമാണ്. താഴെ കൊടുത്ത ചിത്രത്തിലുള്ളവയെല്ലാം പലതരത്തിലുള്ള കാന്തങ്ങളാണ്. ഇവ ആകൃതിയിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? താരതമ്യം ചെയ്യൂ. ഇവിടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള കാന്തങ്ങൾ നൽകിയിട്ടുണ്ട്. ആദ്യത്തേതാണ് ലാടകാന്തം, ബാർ കാന്തം, സിലിണ്ട്രിക്കൽ കാന്തം, കാന്തസൂചി, ഓവൽ കാന്തം, യു കാന്തം, ഡിസ്ക് കാന്തം, റിംഗ് കാന്തം. ആകൃതിക്കനുസരിച്ചാണോ ഇവയ്ക്ക് പേരുകൾ നൽകിയിരിക്കുന്നത്? ശാസ്ത്ര പുസ്തകത്തിൽ വിവിധ ഇനം കാന്തങ്ങളുടെ ചിത്രം വരച്ച് പേര് രേഖപ്പെടുത്തൂ. ആകൃതിക്കനുസരിച്ചിട്ടാണ് കാന്തങ്ങൾക്ക് പേരുകൾ നൽകിയിട്ടുള്ളത്. യു ഷേപ്പിലുള്ളത് യു കാന്തം, സൂചി പോലെയുള്ളത് കാന്തസൂചി, ഇതിന്റെ ആകൃതിയിലുള്ളത് ഡിസ്ക് കാന്തം, റിങ്ങിന്റെ പോലെയുള്ളത് റിംഗ് കാന്തം. അങ്ങനെ ആകൃതിക്കനുസരിച്ചാണ് പേരുകൾ നൽകിയിട്ടുള്ളത്. ഇവയുടെ ചിത്രം നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരച്ച് പേരുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് തെക്കും വടക്കും എന്ന ഒരു ടോപ്പിക്കാണ്. അത് നമുക്ക് നെക്സ്റ്റ് പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇവിടെ നമ്മൾ പേജ് നമ്പർ 30 വരെ എടുത്തിട്ടുണ്ട്. ഇനി പാർട്ട് 2 ആയിട്ട് ഇതിൻ്റെ ബാലൻസ് നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻ്റ് ആയിട്ട് അറിയിക്കണം. നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സോ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. ഓക്കെ. പിന്നെ ക്ലാസ് 1 to ക്ലാസ് 7 വരെ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സപ്പ് ത്രൂ മെസ്സേജ് ആക്കിയാൽ മതി. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.